ഹിജാബാണ് ഇപ്പോൾ വിഷയം. അത് നമ്മുടെ കേരളത്തിലും പള്ളുരുത്തിയിലും മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരത്ത് സ്കൂൾ കലോത്സവത്തിന് ഗൾഫിൽ നിന്ന് ഹിജാബ് ഇട്ട് വന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള വാർത്തകളാണ്. എന്നും ഹിജാബാണ് വാർത്ത. അതിനിടയിലാണ് ഇറാനിൽ നിന്നൊരു വാർത്ത വരുന്നത്. ഇറാനിൽ ഈ ഹിജാബ് ഇടാനും ശരീഅത്ത് നടപ്പാക്കാനും വേണ്ടി ഷാ പഹ്ലവിയെ ഭീകരമായിട്ട് അട്ടിമറിച്ച് കലാപം ഉണ്ടായതാണ് 1978 79 അങ്ങനെയാണ് അവിടെ ഖുമൈനിയുടെ ആത്മീയ നേതൃത്വത്തിൽ സർക്കാർ വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കാംനയി വന്നു. ഇപ്പോൾ കാംനയുടെ വലങ്കൈയായി നിൽക്കുന്ന ഒരു അഡ്മിറൽ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമാണി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഹിജാബ് ഉൾപ്പെടെയുള്ള കർശനമായ ഇസ്ലാമിക വേഷവിധാനമൊക്കെ നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട പോലീസ് എന്ന് പറയില്ലേ, നമ്മുടെ ആ പോലീസ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണം വിവാദമായിരിക്കുക. കല്യാണമല്ല, കല്യാണ ചിത്രമാണ് വിവാദമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണ ഫോട്ടോ അല്ലെങ്കിൽ കല്യാണ വേഷം, ഈ ബ്രൈഡ് കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അത് പടിഞ്ഞാറൻ വേഷം തന്നെയാണ്, യൂറോപ്യൻ വേഷം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നാട്ടുകാർക്ക് മാത്രം ബാധകമായി, നാട്ടുകാരെ ശരീഅത്ത് പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം വീട്ടിൽ ഇതൊന്നും ബാധകമല്ല എന്ന തോതിൽ ലോകത്ത് വലിയ തോതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇറാനി അഡ്മിറലിൻ്റെ കല്യാണ വാർത്ത. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്? അതെ, ഈ ചിത്രങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഈ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അഡ്മിറലാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം റെയർ അഡ്മിറൽ അലി ഷാ മഖാനി എന്നാണ്, അലി ഷമാഖാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകളിട്ടിരിക്കുന്ന വസ്ത്രം നമ്മൾ ഈ ട്രംപിൻ്റെ മകളോ ഒക്കെ വിവാഹത്തിനൊക്കെ ധരിക്കുന്ന നീണ്ട ഗൗണിലെ വെളുത്തത്, ഹാഫ് നെക്കൊക്കെ ലോക്കട്ട് സ്ട്രാപ്പ് ഒന്നുമില്ല, സ്ട്രാപ്പ് ഇല്ലാത്ത ആ ഡ്രസ്സ് നീണ്ടത്. അപ്പോൾ അങ്ങനത്തെ വേഷമാണ്. അഡ്മിറലിൻ്റെ ഭാര്യയെ ഇദ്ദേഹം അവിടെ ഹിജാബൊക്കെ എല്ലാവരും ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ റോഡിലൊക്കെ ക്യാമ്പസിലൊക്കെ കയറി പരിശോധിക്കുന്ന ആളാണ് ഇദ്ദേഹം. ഖമനയുടെ വലങ്കൈ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിവാഹ ചടങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഭാര്യ വന്നിരിക്കുന്നത് ഈ പുറകിലൊക്കെ വെട്ടിയിറക്കിയിരിക്കുന്ന ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർ ഈ ബാക്ക്ലെസ് ബ്ലൂ ലേസ് ആണ്, ഒരു ഗൗൺ ആണ് അവർ ധരിച്ചു വന്നിരിക്കുന്നത്. മറ്റ് സ്ത്രീകൾക്കും ആ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു സ്ത്രീയും ഹിജാബ് ധരിച്ചിട്ടല്ല ആ ചിത്രങ്ങളിൽ കാണുന്നത്. ഇത് ഇറാനിൽ തന്നെയാണോ കല്യാണം നടന്നത്? ഇറാനിൽ തന്നെയാണ് കല്യാണം. അല്ല, ഡെസ്റ്റിനേഷൻ മാരേജ് ഒന്നും അല്ലല്ലോ, പുറത്തെവിടെയും വെച്ച് ഒന്നുമല്ല. അപ്പോൾ റെയർ അഡ്മിറൽ അലി ഷംഖാനി മുതിർന്ന പ്രതിരോധ ദേശീയ സുരക്ഷ മേധാവി ആണ്. ഖമനയുടെ വലങ്കൈ മകളുടെ നിക്കാഹ് എന്നല്ലേ പറയാ, അതിൻ്റെ വീഡിയോകളാണ് വന്നിരിക്കുന്നത്. ആർക്കും ഇസ്ലാമിക വേഷം ഇതിൻ്റെ അകത്തില്ല. സോഷ്യൽ കോഡ്, അവിടെ പെരുമാറ്റ മര്യാദകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിക യുവതികൾക്ക്, യുവാക്കൾക്ക്, മനുഷ്യർക്ക്, പുരുഷന്മാർക്ക് ഇതൊന്നും പാലിക്കാത്ത ഒരു ചടങ്ങായിട്ടാണ് ഇത് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏപ്രിലിൽ നടന്ന നിക്കാഹാണിത്. ചിത്രങ്ങൾ ലീക്കായി വന്നിരിക്കുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രഹസ്യമായിട്ട് നടന്നതാണോ? നേതാക്കളുണ്ടല്ലോ ഉണ്ടാവും. മാത്രമല്ല അവർ വമ്പന്മാരാണല്ലോ, അവർക്ക് വിലക്കുണ്ടാവില്ല. ഇതിനെതിരെ ആരെങ്കിലും അക്കാലത്ത് സംസാരിച്ചിരുന്നെങ്കിൽ തലവെട്ടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ വന്നുള്ളൂ. അപ്പൊ അഡ്മിറലിന്റെ മകള്, ഈ വിവാഹം നടന്ന ആ യുവതിയുടെ പേര് സദായേഷ് എന്നാണ്. സദായേഷ്. അപ്പൊ റിപ്പോർട്ടുകളിൽ പറയുന്നത് സാധാരണഗതിയിൽ ഈ വരനും വധുവും കൂടി ഒന്നിച്ച് ആണ് ഈ ചടങ്ങിന് വരുന്നതെന്ന്. ഇത് പക്ഷെ ഈ ബാപ്പ ആനയിച്ച് ആണ് മകളെ സദായേഷിനെ കൊണ്ടിരുന്നത്, ഈ ചടങ്ങിലേക്ക് കൊണ്ടിരുന്നത്. അത് പടിഞ്ഞാറൻ രീതി ആണെന്നാണ് പറയുന്നത്. ദമ്പതികളാവുന്നവർ ഒന്നിച്ചു വരുന്നതിന് പകരം ഇങ്ങനെ ആനയിച്ചാണ് കൊണ്ടിരുന്നത്. ഭയങ്കര ആഡംബരമാണ് ഈ ചടങ്ങിൽ. അവിടെ ലളിതമായിരിക്കണം. ഇപ്പം ദരിദ്രാവസ്ഥയിലല്ലേ, എല്ലാം ലളിതമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ നിയമമൊക്കെ ഉണ്ട്. വലിയ ആഡംബര വിവാഹമായിരുന്നു ഇത്. യാഥാസ്ഥിതികമായ ഇസ്ലാമിക മൂല്യങ്ങൾക്കെല്ലാം വിരുദ്ധമായ ഒരു ചടങ്ങാണ് അവിടെ നടന്നിരിക്കുന്നത്. എല്ലാം മോഡേൺ, ആധുനികം ആണ്. അപ്പോൾ ഭരണകൂടം ധാർമ്മികത പറയുമ്പോൾ
ഒരു അധാർമികമായ സംഭവം നടന്നിരിക്കുന്നു, ഇത് ഇരട്ടത്താപ്പാണ് എന്ന് അവിടെ ചില വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്ന ചില മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഇറാനിൽ. അവരൊക്കെ പറയുന്നത്, ഇപ്പോൾ ഒരു പത്രം 1-ാം പേജിലാണ് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത്, അവിടുത്തെ തന്നെ, അത് ഞാൻ പറയാം. അപ്പോൾ ഷാർഗ് എന്ന് പറഞ്ഞ പത്രം, ഷാർഗ് പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുന്ന പത്രമാണത്. അവരിത് 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബറീഡ് അണ്ടർ സ്കാൻഡൽ എന്നർത്ഥം വരുന്ന ഒരു ശീർഷകം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂടിവെച്ച ഒരു കുംഭകോണം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥം. ന്യൂയോർക്ക് ടൈംസ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലബ് ഹൗസൊക്കെ ഉണ്ടല്ലോ, അത്തരം ആപ്പുകളിലൊക്കെ ഇയാൾ രാജിവെക്കണം ഇയാളുടെ സ്ഥാനങ്ങൾ എന്ന് മുറവിളി ഉയരുന്നതായിട്ട് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത പഴയ യുദ്ധവീരന്മാരൊക്കെ ഉണ്ടല്ലോ, വെറ്ററൻസ്, ഇയാൾ അഡ്മിറല്. അപ്പോൾ യുദ്ധത്തിൽ നേരത്തെ പോരാടിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാള്, ഈ അഡ്മിറല് മാപ്പ് പറയണം, പരസ്യമായിട്ട് രാജ്യത്തോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പത്രപ്രവർത്തകൻ ആമിർ ഹുസൈൻ മൊസല്ല ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇവർക്ക് എന്താണിത്, സ്വന്തം നിയമത്തിൽ തന്നെ ഇവർക്ക് വിശ്വാസമില്ലാതെ വന്നിരിക്കുന്നത്. നിയമം നടപ്പാക്കുന്നവർക്ക് ജനജീവിതം ദുസ്സഹമാക്കുന്നതിൽ മാത്രമേ ഇവർക്കിപ്പോൾ ശ്രദ്ധയുള്ളൂ, ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. ഇയാൾ ദേശീയ പ്രതിരോധ സമിതിയിൽ ഗമനയുടെ പ്രതിനിധിയാണ്. ദേശീയ പ്രതിരോധ സമിതിയിൽ കഴിഞ്ഞ ജൂലൈ വരെ 1 ദശകം ഇയാൾ ദേശീയ സുരക്ഷാ സമിതിയുടെ സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല ഇയാൾ മുൻ പ്രതിരോധ മന്ത്രിയാണ് ഇറാനിലെ. മന്ത്രിയായ ആള് പിന്നെ വലിയ ഉദ്യോഗസ്ഥനായതാണ്. അതെ, അയാളുടെ മകളുടെ കഥയാണിത്. ഇറാൻ നേവിയിലെ മുൻ കമാൻഡറാണ്. 2020 ഇയാൾക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ്റെ ഇത്തരം നേതാക്കൾ ഭീകരത വളർത്തുന്നു എന്ന് പറഞ്ഞിട്ട്. കുടുംബം വലിയ ധനികമാണ്. ഇവർക്ക് ഈ കപ്പലുകളൊക്കെ ഉണ്ട്, ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ കപ്പലുകളുടെയൊക്കെ ഉടമയാണ് അയാൾ. എണ്ണയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് കടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട് കപ്പലിൽ. ഷാഡോ ഫ്ലീറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇറാൻ, പ്രേത കപ്പലുകൾ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ ഇയാളുടെ നേതൃത്വത്തിലാണ് വിവാഹ വിരുന്നുകളൊക്കെ റെയ്ഡ് ചെയ്യുന്നതുമൊക്കെ. ലളിതമായിട്ടാണോ നടത്തുന്നത്, ആഡംബരം ഉണ്ടോ, ഹിജാബ് ഈ വിവാഹ ചടങ്ങിൽ വന്നവരൊക്കെ ഹിജാബ് ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ റെയ്ഡൊക്കെ നടത്തുന്നതിന് ആളുകളൊക്കെ പറഞ്ഞുവിടുന്ന ആളാണ് ഇയാൾ, അലി ഷംഖാനി. അപ്പോൾ മഹ്സ അമീനി സംഭവം ഉണ്ടല്ലോ 2022 ആ കുട്ടിയുടെ സംഭവത്തിൽ പ്രതിഷേധമൊക്കെ നടന്നല്ലോ. ആ കലാപം അന്ന് അടിച്ചമർത്തിയ ആളാണ് ഈ അലി ഷംഖാനി. അപ്പോൾ മഹ്സ അമിനിയെ സംബന്ധിച്ചിട്ടുള്ള പ്രക്ഷോഭം, അവര് ധരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ഹിജാബിൻ വിരുദ്ധയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവര് വേട്ടയാടി ജയിലിൽ അടച്ചത്. അങ്ങനെയാണെങ്കിൽ സ്വന്തം മകളൊക്കെ ജയിലിലാക്കണ്ടല്ലേ ഇയാള്. അതെ, എന്നിട്ട് ഇയാളാണെന്ന് അമർത്തിയത്. അപ്പോൾ ഇതിനോട് ആകെ ഇയാൾ പ്രതികരിച്ചിരിക്കുന്നതായിട്ടൊരു വാചകം വന്നിരിക്കുന്നത്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അതും ധാർഷ്ട്യല്ലേ? നിങ്ങളൊന്നും വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഗമനയുടെ ആളാണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. തസ്നീം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക വാർത്താ ഏജൻസി ഉണ്ട്, ഈ അവിടുത്തെ പട്ടാളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അവർ പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ വീഡിയോ പ്രസിദ്ധീകരിച്ചത് ശരിയായില്ല, അത്രയേ ഉള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ അവിടെയും ഈ സ്വകാര്യ വീഡിയോ വേറെയും പരസ്യ വീഡിയോ വേറെയോ ആണെന്ന് അർത്ഥം. ഇവിടെയും ഈ മറ്റേ സഖാക്കള് അഴിമതി നടത്തുമ്പോഴും ആഡംബരം നടത്തുമ്പോഴും ഒന്നും പുറത്തു പറയാൻ പാടില്ല, ആ സ്വകാര്യതയും പുറത്തു പറയരുതെന്ന് പറയുന്ന അതേ രീതിയാണ് ഇസ്ലാമിൽ. സർ, ഇത് ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട് ഇസ്ലാമിൻ്റെ മുറയിൽ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നമ്മൾ ഈ എത്തിക്സ് ഉണ്ടല്ലോ, ഇസ്ലാമിക് എത്തിക്സിൻ്റെ ആദ്യത്തെ പാഠം ഒരു ഖുർആൻ വാക്യമുണ്ട്, ലിമ തഖൂലൂന മാലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തോ അത് നിങ്ങൾ പറയരുത്. ആ വാക്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്. ഇദ്ദേഹത്തിന് എന്താണ് പണി? സാറി പറഞ്ഞതുപോലെ സദാചാരം നടപ്പാക്കലാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബാധകമല്ല, മാത്രമല്ല ഇനി വീട്ടിൽ സ്വകാര്യമായി നടത്തുന്നൊരു ചടങ്ങുമല്ല,
ഒരു പബ്ലിക് ഫംഗ്ഷനാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ മാരേജാണ്. VIP-സും VVIPസും മുഴുവൻ ക്ഷണിക്കപ്പെട്ട പക്ഷേ ആ വന്നിരിക്കുന്ന എല്ലാ VIP-കളും അവിടുത്തെ വരേണ്യവർഗം അവരാരും ഹിജാബ് ധരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ്. മതം എപ്പോഴും അങ്ങനെയാണ് സർ. പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട മതത്തിൻ്റെ പേരിൽ ആരാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത്? ഇപ്പോൾ സെമിറ്റിക് ലോകത്ത്, ഇപ്പോൾ ഇസ്ലാമിക ലോകത്ത് മുഴുവനും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പാവങ്ങളാണ് എന്നും ആക്രമിക്കപ്പെടുക. ബാനു മുഷ്താഖിൻ്റെ ഇപ്പോൾ നമുക്ക് ഇത് കൊടുത്തില്ലേ, എന്താണ് പറയുക, ബുക്കർ പ്രൈസ് കിട്ടിയല്ലോ ബാനു മുഷ്താഖിന്, കന്നഡ എഴുത്തുകാരിക്ക്. അവരുടെ ആ പുസ്തകത്തിലെ ഓരോ കഥയും ഇതാണ്. തലപ്പത്തിരിക്കുന്ന അതിലെ ഏറ്റവും വലിയ എല്ലാ കഥയിലെയും പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു മുത്തവല്ലി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ സദാചാരം പഠിപ്പിക്കുക, പള്ളി കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുക, അവിടുത്തെ മുഴുവൻ കേസുകളും തീർപ്പാക്കുക. ഇതാണ് ഇയാൾക്ക് പണി. ഇയാളുടെ വീട്ടിലും അയാളുടെ ജീവിതത്തിലും ഇതിൻ്റെ യാതൊരു ധാർമ്മികതയും തൊട്ട് തീണ്ടിയിട്ടില്ല. കാപട്യത്തിൻ്റെ മകുട മാതൃകകളായിട്ടുള്ള കുറേ എണ്ണത്തിനെ 10-16 കഥകൾ ആയിട്ട് ഒരുക്കി വെച്ചതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇതിൻ്റെ ഒരു പ്രത്യക്ഷ ലോകോത്തരമായൊരു ഉദാഹരണമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം തീർച്ചയാണ്. ഒന്ന്, ഇവർ പ്രവർത്തിക്കാത്തതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊന്ന്, പണവും അധികാരവും ഉള്ളവന് ദൈവത്തിൻ്റെ നിയമങ്ങളും ബാധകമല്ല, ദൈവത്തെ പേടിയുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്വത്ത് കൊള്ളയടിക്കാൻ കാവൽക്കാർക്ക് യാതൊരു മടിയുമില്ലാത്ത പോലെ തന്നെയുള്ള പാവങ്ങളായ ഭക്തന്മാർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, ദൈവത്തെ പേടിയുണ്ട്. എന്നാൽ ഈ ഒരു പരിധി വിട്ടാൽ, ഇപ്പോൾ ഇറാൻ റവല്യൂഷനിൽ പങ്കെടുത്ത ജീവൻ കൊടുത്ത രക്തസാക്ഷികളായ ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടാവും. അവർ ഇസ്ലാമിക ശരീഅത്തിനെയൊക്കെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷേ ചുളിവിൽ ഇതിൻ്റെ തലപ്പത്തെത്തിച്ചേർന്ന ആളുകളുണ്ടല്ലോ, ഈ അഡ്മിറലിനെ പോലുള്ള കക്ഷികൾ. അലി ഷംഖാനി അവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവർ അധികാരത്തിൻ്റെ ഉന്നത സോപാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ദൈവവുമില്ല, വിശ്വാസവുമില്ല, മതവുമില്ല, സ്വന്തം വാക്കുകളും പ്രവൃത്തിയുമായിട്ട് പോലും യാതൊരു ബന്ധവുമില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? യെസ്. ഈ ഗമനയുടെ വീട്ടിലെ സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നുണ്ടാവും? ഒന്ന് അന്വേഷിക്കേണ്ടി വരും, തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഞാൻ കേരളത്തിലെ ചില മാതൃകകൾ മീഡിയ വണ്ണിനോട് ചോദിച്ചറിയാം. മീഡിയക്കാരോട് അത് ശരിയാക്കും. സി ദാവൂദിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ നല്ലതാണ് അവിടുത്തെ സ്ഥിതി എന്താണെന്ന്. ഇവിടുത്തെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സാറ് കാണാറുണ്ടോയെന്നറിയില്ല. ഇവിടുത്തെ വളരെ പ്രമുഖരായ ആത്മീയ നേതാക്കളുടെ, രാഷ്ട്രീയത്തിലും മതത്തിലൊക്കെ ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന വലിയ ആത്മീയ നേതാക്കളുടെ കുടുംബത്തിലെ ഇളമുറക്കാർ, പുതിയ തലമുറ, ഇവിടെ നിന്നാണ് വിട്ടാൽ ഒരു സ്വഭാവം വേറെയാണ്, വേഷം വേറെയാണ്, ഏർപ്പാട് വേറെയാണ്, നടപടികൾ വേറെയാണ്, ജീവിതം വേറെയാണ്. ഇത് തന്നെയാണ്, ഈ വൈരുദ്ധ്യമാണ് ഉടനീളം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുടനീളം ബാധിക്കുന്നത്. ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ പാലിക്കാനാവാത്തത്, സ്വന്തം ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്തവൻ സമൂഹത്തെ നിയന്ത്രിക്കുന്നു, സ്വന്തം ജീവിതത്തിൽ പാലിക്കാത്തത് അവർ നാട്ടിലെ പാവങ്ങളോട് പറയുന്നു. ഇത് തന്നെയാണ് അതിൻ്റെ ആഗോള മാതൃകയാണ് ഇറാൻ. മലപ്പുറത്ത് ഹിജാബ് വേണം, ലണ്ടനിൽ വേണ്ട. കറക്റ്റ് തന്നെ, അത് വളരെ ശരിയാണ്. ലണ്ടനിൽ വേണ്ട, ഏറെ അധികമൊന്നും വേണ്ട. മക്കാവ് ദ്വീപിൽ പോയാൽ വേണ്ട, ദുബായിൽ പോലും പലപ്പോഴും വേണ്ട. അതാണ് സ്ഥിതി. ഈ ഒരു കാപട്യം തിരിച്ചറിയുന്നേ, ഈ കാപട്യം ആദ്യം തിരിച്ചറിയാൻ പോകുന്നത് പാവങ്ങളായ ഇസ്ലാമിൻ്റെ അനുയായികൾ തന്നെയാണ്, ഇസ്ലാമിൻ്റെ ഭക്തന്മാർ, വിശ്വാസികൾ തന്നെയാണ്. ഇവർ പറയുന്ന വാക്കുകളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നല്ല ഇതിൻ്റെ ആദ്യത്തെ പാഠം. ഇവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല എന്നല്ലേ അർത്ഥം. ഇവർക്ക് ചെവി കൊടുക്കാതെ അവനവൻ്റെ ആത്മബോധ്യങ്ങളുമായിട്ട് ഈ സമുദായം മുന്നോട്ട് പോകും. അതാണ് ഈ തരം ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. നമ്മുടെ ഈ ചർച്ച പള്ളുരുത്തിയിലുള്ളവരും കാണുമായിരിക്കും. പള്ളുരുത്തിക്കാരും കാണട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.